ഹലോ അസ്സലാമലൈക്കും. ഇന്നത്തെ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വെള്ളിയാഴ്ചയൊക്കെ ആയിട്ട് നല്ല അടിപൊളി തേങ്ങാച്ചോറും അതേപോലെ ചിക്കനുമാണ് കേട്ടോ. നമുക്ക് ബീഫ് കിട്ടിയിട്ടില്ല. ബീഫാണ് വെള്ളിയാഴ്ച നല്ലതൊക്കെ, പക്ഷേ ബീഫ് വാങ്ങാൻ ചെന്നപ്പോഴേക്കും അത് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. മോനെ പോയതൊന്നും അവന് സ്കൂളില്ല. അപ്പോൾ പിന്നെ കഴിഞ്ഞിനി അവരോടൊക്കെ പിന്നെ പറഞ്ഞതായാലല്ലേ പോവുള്ളൂ. അപ്പോൾ ഇതാക്കണ് ഉള്ളിയും ഉലുവയും തേങ്ങയും അരിയും വെള്ളവും ഉപ്പൊക്കെ ഇട്ട് നല്ലോണം തിളക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വെന്തിട്ട് കാണാം. ചിക്കന് ഞാനിവിടെ ചെമ്പട്ടിയിൽ കഴുകാൻ വേണ്ടിയാണ് ഇട്ടിക്കണം കേട്ടോ. കുറച്ച് വെള്ളം പറഞ്ഞിട്ടിക്കണം. അപ്പോൾ വെള്ളം കാണിച്ചെന്നാൽ പറ്റൂല, കാരണം അത് ചോര കളറായി കാണാൻ പാടില്ലല്ലോ. അപ്പോൾ ഇത് കുറച്ചുകൂടി വെള്ളം ഒഴിക്കട്ടെ കേട്ടോ. എന്നിട്ട് ഇത് ഒരു അരമണിക്കൂർ ഇങ്ങനെ ഇട്ടിട്ട് കഴുകിയിട്ട് ഓട്ടക്കുട്ടയിൽ വെക്കണം. അപ്പോൾ ചിക്കൻ കറിയാണ്, തേങ്ങാച്ചോറും പപ്പടം പൊരിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്നും അങ്ങനെ പോട്ടെ, എന്നും വേണമല്ലോ അല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നും പറയണ പോലെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ മക്കളെ, നമ്മളെ തേങ്ങാച്ചോറൊക്കെ ഇത് അടിപൊളിയായിട്ട് വന്നിരിക്കണം കേട്ടോ. നമുക്കിതൊന്ന് കഴിക്കണം. നല്ല അടിപൊളി തേങ്ങാച്ചോറ് അയക്കണ് കണ്ടില്ലേ. ഇതാക്കണ് പപ്പടം പൊരിച്ചിക്കണ്. ഞാൻ കുക്കറും തുറന്ന് നോക്കട്ടെ, കറിൻ്റെ അവസ്ഥ എന്താ നോക്കട്ടെ. അപ്പോൾ ഇതാക്കണ നമ്മളെ കറി വാവ് അടിപൊളിയാക്കണം. നടക്കിയൊക്കെ നോക്കട്ടെ, കയ്യിലൊക്കെ എടുത്തിട്ടോ. അപ്പോൾ വെള്ളിയാഴ്ച ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വേണമല്ലേ, അപ്പോഴല്ലേ രസമല്ലേ. ചോറൊക്കെ നമ്മൾ വിളമ്പിക്കണം കേട്ടോ. ഇന്നൊക്കെ നിങ്ങളോടൊക്കെ എന്താ സ്പെഷ്യൽ ആവല്ലേ, എല്ലാവരും ഒന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. ഇന്നൊക്കെ ഇപ്പോൾ ബിരിയാണി നെയ്ച്ചോറും ഇല്ലാത്ത വീടുകളൊന്നും ഉണ്ടാവില്ല അല്ലേ. പണ്ടൊക്കെ ഇനി നമുക്കൊരു പെരുന്നാളും ഇതൊക്കെ വരാൻ ഭയങ്കര ഇഷ്ടം. കാരണം എന്താ വെച്ചാൽ ഒരു ബീഫോ അല്ലെങ്കിൽ നെയ്ച്ചോറോ ബിരിയാണിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കൊരു ഇഷ്ടമില്ലേ. ഇപ്പോൾ അങ്ങനത്തെ വീടുകളൊന്നും ഇല്ല. ഇപ്പോൾ എല്ലാ വീട്ടിലും എന്നും ബിരിയാണി നെയ്ച്ചോറ് കബ്സ മന്തി അങ്ങനെയൊക്കെ തന്നെ ആക്കാറല്ലേ. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ നമ്മളെ വീഡിയോ. ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ വീണ്ടും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അതുവരെയൊക്കെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.